ഫോളോ അപ്പ് ചെയ്യാനുള്ള മടി കാരണമാണ് ഒരു കസ്റ്റമർ നോ പറഞ്ഞാൽ നമ്മുടെ സെയിൽസ് ടീം അടുത്ത കസ്റ്റമറുടെ പുറകെ പോകുന്നത്. എന്നാൽ ഇത്രയും സംസാരിച്ച് വെച്ചിട്ടുള്ള കസ്റ്റമറെ ഫോളോ അപ്പ് ചെയ്ത് ക്ലോസ് ചെയ്യുന്നതാണ് ലാഭം എന്നവർ മനസ്സിലാക്കുന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, നോ പറഞ്ഞ ഒരു കസ്റ്റമറെ അയാൾക്ക് ബുദ്ധിമുട്ടില്ലാതെ വേണം ഫോളോ അപ്പ് ചെയ്യാൻ. അങ്ങനെ ഫോളോ അപ്പ് ചെയ്യുന്നതിൻ്റെ പ്രാഥമികമായ കണ്ടീഷൻ എന്ന് പറയുമോ, ആ കസ്റ്റമർക്ക് കുറച്ച് ക്വാളിറ്റി വേണമെന്നുള്ളതാണ്. അതായത് ക്വാളിഫൈഡ് കസ്റ്റമറെ മാത്രമേ ഫോളോ അപ്പ് ചെയ്യാൻ പാടുള്ളൂ. കണ്ട അണ്ടനെയോ മടകുടനെയോ ഫോളോ അപ്പ് ചെയ്താലുണ്ടല്ലോ ഉള്ള മനോധൈര്യം പോയി, നമ്മൾ ആകെ ഡിപ്രസ്ഡ് ആയി പോകും. സോ ക്വാളിഫൈഡ് കസ്റ്റമറെ കണ്ടെത്തണം. അതിനുവേണ്ടി നമുക്ക് ചില മാർജിനൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് വഴി വരുന്ന ലീഡുകളാണെങ്കിൽ അവരെ ചാറ്റ് ബോട്ട് വഴി സ്ക്രീൻ ചെയ്തിട്ട് അവർ ക്വാളിഫൈഡ് ആണോ അല്ലയോ എന്ന് നോക്കണം. അതല്ലാതെ യാതൊരു ക്വാളിറ്റിയും ഇല്ലാത്ത കസ്റ്റമറെ ഫോളോ അപ്പ് ചെയ്താൽ അത് ടൈം വേസ്റ്റാണ്. ഈ ക്വാളിഫൈഡ് കസ്റ്റമറുടെ ഒരു പ്രത്യേകത എന്ന് പറയുമോ, ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൂടെയൊക്കെ നമ്മുടെ ബിസിനസ് വാട്സപ്പിലേക്ക് ചാറ്റ് ബോട്ട് ഫിൽ ചെയ്ത് വരുന്ന ഒരാൾ അതെല്ലാം അല്പം മെനക്കെട്ടിട്ട് തന്നെയല്ലേ വരുന്നത്. അയാൾക്ക് റിയലി ഇൻട്രസ്റ്റ് ഉണ്ട് നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങാനായിട്ട്. പക്ഷേ തൽക്കാലത്തേക്ക് അയാൾക്ക് ഇപ്പോൾ ഡിസിഷൻ എടുക്കാനായിട്ട് പറ്റുന്നില്ല എന്നതുകൊണ്ട് മാത്രമാണ് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. അവരെ വിട്ട് കളയരുതെന്ന് പറയുന്നതിൻ്റെ കാരണം എന്തെന്നറിയുമോ, അവരുടെ പോക്കറ്റിൽ തന്നെ നമുക്ക് തരാനുള്ള ക്യാഷ് ഉണ്ട്. പക്ഷെ ചില സംശയങ്ങൾ കാരണമാണ് അവരെ തരാത്തത്. സോ ആ സംശയങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഫോളോ അപ്പിലൂടെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. അത് ദൂരീകരിച്ച് കൊടുത്താണല്ലോ ആ ക്യാഷ് നേരെ നമ്മുടെ ഡ്രോവറിലേക്ക് വരും. ക്യാഷ് ഉണ്ട്, അവരുടെ കയ്യിലൊരു ക്യാഷ് പിടിച്ചിരിക്കുകയാണ്. അതാണ് പറയുന്നത്, അവർ ക്വാളിഫൈഡ് കസ്റ്റമേഴ്സാണ്. ക്വാളിഫൈഡ് കസ്റ്റമേഴ്സ് കയ്യിൽ ക്യാഷും പിടിച്ചിട്ട് തരണോ വേണ്ടേ എന്ന് നിൽക്കുന്ന ആളെ ഫോളോ അപ്പ് ചെയ്ത് വാങ്ങിച്ചെടുക്കണം. അല്ലാതെ അടുത്ത കസ്റ്റമറിലേക്ക് പോകരുത്.